IPL 2026 സീസണിൽ ക്രിക്കറ്റ് ലോകത്തെ വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പ്രകടനമാണ് യുവതാരം അഭിഷേക് ശർമ്മ കാഴ്ചവെക്കുന്നത്. ഡൽഹി ക്യാപിറ്റൽസിനെതിരായ മത്സരത്തിൽ പുറത്താകാതെ നേടിയ 135 റൺസ് താരത്തിന്റെ കരിയറിലെ തന്നെ ഏറ്റവും മികച്ച ഇന്നിംഗ്സുകളിൽ ഒന്നായി മാറി. എന്നാൽ ഈ സെഞ്ചുറിയേക്കാൾ ആരാധകർക്കിടയിൽ ചർച്ചയായത് താരത്തിന്റെ പുതിയ സെലിബ്രേഷൻ സ്റ്റൈലാണ്. സാധാരണയായി സെഞ്ചുറി തികച്ചാൽ വിരലുകൾ കൊണ്ട് L ആകൃതി കാണിക്കാറുള്ള അഭിഷേക് ഇത്തവണ ഡഗൌട്ടിലേക്ക് നോക്കി കൈകൾ കെട്ടി നിൽക്കുന്ന വേറിട്ട രീതിയാണ് സ്വീകരിച്ചത്. ഇതിന് പിന്നിലെ കാരണവും കോച്ച് നൽകിയ വെല്ലുവിളിയും താരം തന്നെ ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ ഹെഡ് കോച്ച് ജെയിംസ് ഫ്രാങ്ക്ലിൻ നൽകിയ ഒരു പ്രത്യേക ദൗത്യമായിരുന്നു ഈ ഇന്നിംഗ്സിന് പിന്നിലെന്ന് അഭിഷേക് പറയുന്നു. സാധാരണയായി ആദ്യ പന്ത് മുതൽ ആക്രമിച്ച് കളിച്ച് വേഗത്തിൽ പുറത്താകുന്ന പ്രകൃതമാണ് അഭിഷേകിൻ്റെത്. എന്നാൽ ഇന്നിംഗ്സിന്റെ അവസാനം വരെ ക്രീസിൽ ബാറ്റ് ചെയ്യണമെന്ന വെല്ലുവിളിയാണ് ഫ്രാങ്ക്ലിൻ താരത്തിന് നൽകിയത്. ഇത് ഫ്രാങ്കിയുമായുള്ള ഒരു പ്ലാൻ ആയിരുന്നു. ഞാൻ 20 ഓവർ വരെ ക്രീസിൽ ബാറ്റ് ചെയ്യണമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആഗ്രഹം. എൻ്റെ കരിയറിൽ ആദ്യമായാണ് ഞാൻ 20 ഓവർ പൂർണ്ണമായും ബാറ്റ് ചെയ്യുന്നത്. ആ ലക്ഷ്യം പൂർത്തിയാക്കിയ സന്തോഷത്തിലാണ് ഈ പുതിയ സെലിബ്രേഷൻ നടത്തിയത് എന്ന് അഭിഷേക് ശർമ്മ വ്യക്തമാക്കി. മത്സരത്തിന്റെ തുടക്കത്തിൽ അല്പം പതുക്കെ തുടങ്ങിയ അഭിഷേക് ശർമ്മ ക്രീസിൽ നിലയുറപ്പിച്ചതോടെ ഡൽഹി ബൗളർമാരെ നിലം തൊടാൻ അനുവദിക്കാത്ത വിധം ആക്രമിച്ച് കളിച്ചു. വെറും 25 പന്തിൽ തന്റെ അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കിയ താരം പിന്നീട് കൂടുതൽ കരുത്താർജിക്കുന്നതാണ് കണ്ടത്. അടുത്ത 22 പന്തിൽ തന്നെ സെഞ്ചുറിയിലേക്ക് കുതിച്ച താരം ആകെ 47 പന്തിൽ നിന്നാണ് 100 റൺസ് നേടിയത്. ഇന്നിംഗ്സ് അവസാനിക്കുമ്പോൾ 68 പന്തിൽ നിന്ന് പുറത്താകാതെ 135 റൺസ് നേടിയ അഭിഷേകിന്റെ ബാറ്റിൽ നിന്ന് 10 സിക്സറുകളും 10 ഫോറുകളും പിറന്നു. ഡെത്ത് ഓവറുകളിൽ ബാറ്റ് ചെയ്യുന്നതിൽ വലിയ പരിചയമില്ലാത്ത തനിക്ക് ക്രീസിലുണ്ടായിരുന്ന ഹെൻറിച്ച് ക്ലാസന്റെ സാന്നിധ്യം വലിയ ആത്മവിശ്വാസം നൽകിയെന്ന് അഭിഷേക് കൂട്ടിച്ചേർത്തു. അഭിഷേകിന്റെ വെടിക്കെട്ട് ബാറ്റിംഗിന്റെ കരുത്തിൽ ഹൈദരാബാദ് നിശ്ചിത ഓവറിൽ 242 എന്ന കൂറ്റൻ സ്കോറിലെത്തി. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഡൽഹി ക്യാപിറ്റൽസിന് 195 റൺസ് എടുക്കാനേ സാധിച്ചുള്ളൂ. 47 റൺസിന്റെ തകർപ്പൻ ജയത്തോടെ ഹൈദരാബാദ് പോയിന്റ് ടേബിളിൽ തങ്ങളുടെ സ്ഥാനം ഭദ്രമാക്കി. അഭിഷേകിന്റെ ബാറ്റിംഗ് ശൈലിയെ മുൻ ഇന്ത്യൻ താരം K. ശ്രീകാന്ത് ഇതിഹാസ താരം സച്ചിൻ തെണ്ടുൽക്കറോടാണ് ഉപമിച്ചത്. ഇത്രയും ടൈമിങ്ങും പവറുമുള്ള താരത്തെ ഉടൻ തന്നെ ഇന്ത്യൻ ടീമിലേക്ക് സ്ഥിരമായി പരിഗണിക്കണമെന്ന് സെലക്ഷൻ കമ്മിറ്റി ചെയർമാൻ അജിത് അഗാർക്കറോട് അദ്ദേഹം ആവശ്യപ്പെട്ടു. 19 വർഷത്തെ IPL ചരിത്രത്തിൽ മറ്റൊരു ഇന്ത്യൻ താരത്തിനുമില്ലാത്ത ചില റെക്കോർഡുകളും ഈ പ്രകടനത്തോടെ അഭിഷേക് തന്റെ പേരിൽ കുറിച്ചു. ഭാവിയിൽ ഇന്ത്യൻ ക്രിക്കറ്റിന്റെ നെടുന്തൂണാകാൻ തനിക്ക് സാധിക്കുമെന്ന് ഈ 25-കാരൻ ഓരോ ഇന്നിംഗ്സിലൂടെയും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. കോച്ചിന്റെ വെല്ലുവിളി ഏറ്റെടുത്ത് പക്വതയോടെ ബാറ്റ് ചെയ്ത അഭിഷേകിനെ തേടി ആരാധകരുടെ അഭിനന്ദന പ്രവാഹമാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്നത്. വെറും ഒരു വെടിക്കെട്ട് ബാറ്റിംഗിനപ്പുറം തന്റെ കരിയറിലെ ഏറ്റവും പക്വതയാർന്ന ഇന്നിംഗ്സുകളിൽ ഒന്നാണ് അഭിഷേക് ശർമ്മ ഡൽഹിക്കെതിരെ കാഴ്ചവെച്ചത്. ആദ്യ പന്ത് മുതൽ ആക്രമിച്ച് കളിക്കുക എന്ന തന്റെ പതിവ് ശൈലിയിൽ നിന്ന് മാറി ടീമിനായി ഇന്നിംഗ്സ് അവസാനം വരെ ക്രീസിൽ നിലയുറപ്പിക്കാൻ സാധിച്ചത് താരത്തിന്റെ വളർച്ചയെയാണ് സൂചിപ്പിക്കുന്നത്. കോച്ചിന്റെ വെല്ലുവിളി ഏറ്റെടുത്ത് പക്വതയോടെ ബാറ്റ് ചെയ്ത അഭിഷേക് സൺറൈസേഴ്സ് ഹൈദരാബാദിന് വലിയ ആത്മവിശ്വാസമാണ് നൽകുന്നത്. സിക്സറുകൾ പായിക്കുന്നതിലെ കൃത്യതയും സമ്മർദ്ദഘട്ടത്തിലെ പതറാതെ നിൽക്കാനുള്ള കഴിവും അഭിഷേകിനെ വരാനിരിക്കുന്ന T20 ലോകകപ്പിലേക്കുള്ള ഇന്ത്യൻ ടീമിലെ ശക്തമായ സാന്നിധ്യമാക്കി മാറ്റുന്നു. ക്രിക്കറ്റ് നിരീക്ഷകർ വിലയിരുത്തുന്നതുപോലെ ഈ ഫോം തുടരുകയാണെങ്കിൽ ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഭാവി വാഗ്ദാനമായി അഭിഷേക് ശർമ്മ മാറുമെന്ന കാര്യത്തിൽ തർക്കമില്ല.